ഹലോ നമസ്കാരം കേട്ടോ കൂട്ടുകാരെ. ഇന്നലെ ഞങ്ങളൊന്ന് പുറത്ത് പോയായിരുന്നു കേട്ടോ. അത് ദൂരെയൊന്നുമല്ല, വൈപ്പിലാണ് കേട്ടോ പോയത്. കുട്ടികൾക്ക് ഷിപ്പ് കാണണമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോയതാണ്. അപ്പോൾ ഞാനും അങ്ങനെ ഷിപ്പൊന്നും കണ്ടിട്ടില്ല. ആക്ച്വലി ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഷിപ്പ് ഒക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി. പക്ഷേ ഇത്ര അടുത്തൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ ഷിപ്പ് ഒരെണ്ണം അവിടെ നിന്ന് ദൂരെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് രണ്ടുപേരും, കൂട്ടത്തിൽ ഞാനും. അപ്പോൾ അങ്ങനെ ഷിപ്പ് വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ, ബബിളും എൻ്റെ കല്യാണിക്കുട്ടിയും. അങ്ങനെ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ അതാ ഇവിടെ നിന്നൊരു ചെറിയൊരു ബോട്ട് പോകുന്നുണ്ട് കേട്ടോ. അത് സഞ്ചാരികളുടെ ബോട്ടാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അത് പോകുന്നുണ്ട്. അതാ കണ്ടില്ലേ, അത് പോകുന്നുണ്ട്. പിന്നെ നമ്മളുടെ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ട് ഇവിടെ കുറേ ഒരു 3-4 ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ചേട്ടന്മാർ അവിടെ കുറേ ചേട്ടന്മാരെ കണ്ടോ. ആ ചേട്ടന്മാർ ചൂണ്ടയിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവും. കാറ്റുണ്ട് ചെറുതായിട്ട്, അത്ര ഒത്തിരി അങ്ങ് ചൂടൊന്നുമില്ല. നല്ല തണൽ മരങ്ങളുണ്ട്. കൂട്ടത്തിലൂടെ ഒരു കുരങ്ങച്ചിനെ ഞങ്ങൾ കണ്ടു കേട്ടോ. അതാ നമ്മുടെ വലിയ ഷിപ്പ് അടുത്ത് എത്തി കേട്ടോ. അതാ ഒരു കൈ അടിക്കുന്നുണ്ടല്ലേ, സന്തോഷമുണ്ട് കേട്ടോ ഗൈസ്. ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് വെച്ച് കാണുന്നത്. ഞാനും അതേ കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ നിന്നു. ഇത് മറ്റേ യാത്രക്കപ്പലൊന്നും അല്ലാന്ന് തോന്നുന്നു കേട്ടോ. എന്തോ ചരക്കിൻ്റെ എന്തൊക്കെയോ കപ്പലാന്ന് തോന്നുന്നു കണ്ടിട്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നിരുന്നാലും കണ്ടതിൽ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. ശരിക്കും കൊച്ചിക്കാരും നല്ല ഭാഗ്യം ചെയ്തവരാണ് കേട്ടോ. ഇത്രയും നല്ലൊരു നാടും പുഴകളും എല്ലാം കൊണ്ടും സൂപ്പറാണ് കൊച്ചി. പിന്നെ അതിന് ശേഷം പോയി ഞങ്ങൾ പുതുവൈപ്പ് ബീച്ചിലേക്ക് കേട്ടോ, ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത്. ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് ഇവരെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ, 1-2 വട്ടം. ഓടി കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടേ, കുട്ടികൾ മണ്ണും ചെളിയൊക്കെ ആയിട്ട് കളിക്കട്ടെ എന്ന്. എത്തിയപാടെ അവന്മാർ രണ്ടുപേരും ഓടിപ്പോയിട്ടാ കളിക്കാൻ, മണ്ണി കളിക്കാനായിട്ട്. വിത്തൽ പറക്കാനാണ് മെയിൻ. അപ്പോൾ അങ്ങനെ അച്ഛമ്മയും ചേട്ടായൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കളിച്ച് ഹലോ നമസ്കാരം കേട്ടോ കൂട്ടുകാരെ. ഇന്നലെ ഞങ്ങളൊന്ന് പുറത്ത് പോയായിരുന്നു കേട്ടോ. അത് ദൂരെയൊന്നുമല്ല, വൈപ്പിലാണ് കേട്ടോ പോയത്. കുട്ടികൾക്ക് ഷിപ്പ് കാണണമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോയതാണ്. അപ്പോൾ ഞാനും അങ്ങനെ ഷിപ്പൊന്നും കണ്ടിട്ടില്ല. ആക്ച്വലി ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഷിപ്പ് ഒക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി. പക്ഷേ ഇത്ര അടുത്തൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ ഷിപ്പ് ഒരെണ്ണം അവിടെ നിന്ന് ദൂരെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് രണ്ടുപേരും, കൂട്ടത്തിൽ ഞാനും. അപ്പോൾ അങ്ങനെ ഷിപ്പ് വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ, ബബിളും എൻ്റെ കല്യാണിക്കുട്ടിയും. അങ്ങനെ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ അതാ ഇവിടെ നിന്നൊരു ചെറിയൊരു ബോട്ട് പോകുന്നുണ്ട് കേട്ടോ. അത് സഞ്ചാരികളുടെ ബോട്ടാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അത് പോകുന്നുണ്ട്. അതാ കണ്ടില്ലേ, അത് പോകുന്നുണ്ട്. പിന്നെ നമ്മളുടെ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ട് ഇവിടെ കുറേ ഒരു 3-4 ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ചേട്ടന്മാർ അവിടെ കുറേ ചേട്ടന്മാരെ കണ്ടോ. ആ ചേട്ടന്മാർ ചൂണ്ടയിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവും. കാറ്റുണ്ട് ചെറുതായിട്ട്, അത്ര ഒത്തിരി അങ്ങ് ചൂടൊന്നുമില്ല. നല്ല തണൽ മരങ്ങളുണ്ട്. കൂട്ടത്തിലൂടെ ഒരു കുരങ്ങച്ചിനെ ഞങ്ങൾ കണ്ടു കേട്ടോ. അതാ നമ്മുടെ വലിയ ഷിപ്പ് അടുത്ത് എത്തി കേട്ടോ. അതാ ഒരു കൈ അടിക്കുന്നുണ്ടല്ലേ, സന്തോഷമുണ്ട് കേട്ടോ ഗൈസ്. ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് വെച്ച് കാണുന്നത്. ഞാനും അതേ കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ നിന്നു. ഇത് മറ്റേ യാത്രക്കപ്പലൊന്നും അല്ലാന്ന് തോന്നുന്നു കേട്ടോ. എന്തോ ചരക്കിൻ്റെ എന്തൊക്കെയോ കപ്പലാന്ന് തോന്നുന്നു കണ്ടിട്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നിരുന്നാലും കണ്ടതിൽ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. ശരിക്കും കൊച്ചിക്കാരും നല്ല ഭാഗ്യം ചെയ്തവരാണ് കേട്ടോ. ഇത്രയും നല്ലൊരു നാടും പുഴകളും എല്ലാം കൊണ്ടും സൂപ്പറാണ് കൊച്ചി. പിന്നെ അതിന് ശേഷം പോയി ഞങ്ങൾ പുതുവൈപ്പ് ബീച്ചിലേക്ക് കേട്ടോ, ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത്. ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് ഇവരെ